أعوذ بالله من الشيطان الرجيم وإذا رأوك إن يتخذونك إلا هزوا أهذا الذي بعث الله رسولا إن كاد ليضلنا عن آلهتنا لولا أن صبرنا عليها وسوف يعلمون حين يرون العذاب من أضل سبيلا أرأيت من اتخذ إلهه هواه أفأنت تكون عليه وكيلا أم تحسب أن أكثرهم يسمعون أو يعقلون إن هم إلا كالأنعام بل هم أضل سبيلا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനിലെ 41 മുതൽക്കുള്ള ഏതാനും ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. അവിശ്വാസികളായ ആളുകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഏതവസരത്തിലും അവർ പരിഹസിക്കുവാനും അതുപോലെ തന്നെ കളിയാക്കുവാനും അപമാന ശ്രമങ്ങൾ നടത്തുവാനുമൊക്കെയായിരുന്നു പലപ്പോഴും താൽപര്യപ്പെട്ടിരുന്നത്. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ ഇതുവരെയായി പുലർത്തിപ്പോന്നിരുന്ന, ആചരിച്ചു വന്നിരുന്ന വിശ്വാസ ആചാര നടപടിക്രമങ്ങളെ വളരെ ഗുണകാംക്ഷയോടെ യുക്തിയുക്തമായി തന്നെ അതിൻ്റെ പോരായ്മകളും അവരുടേതായ പ്രവർത്തനങ്ങളുടെ വിഡ്ഢിത്തങ്ങളും അവയുടെ നിഷ്ഫലതയും നിഷ്പ്രയോജനവുമൊക്കെ വ്യക്തമാക്കി കൊടുക്കുമ്പോൾ ആ ആദർശത്തെ കൃത്യമായ ഒരു ആദർശം കൊണ്ട് നേരിടുവാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം അവർ കൊണ്ടു നടക്കുന്ന ആദർശം മുഴുവനും യാതൊരു രൂപത്തിലുള്ള യുക്തിക്കും നിരക്കാത്ത കാര്യങ്ങളാണ്. അവർ ആരാധിക്കുന്നത് അവരുടെ തന്നെ കരങ്ങൾ, അവരുടെ തന്നെ കൈകൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ വിഗ്രഹങ്ങളെയും പ്രതിമകളെയും, അതുപോലെ തന്നെ അവർക്ക് തോന്നുന്ന, നല്ലതായി തോന്നുന്ന വസ്തുക്കളെ കുറച്ചു കാലം ആരാധിച്ച് പിന്നെ അതിനേക്കാൾ മുന്തിയതൊന്ന് കാണുമ്പോൾ അതിനെ എടുത്ത് ആരാധിച്ച്, അങ്ങനെ പലവിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ റബ്ബല്ലാത്ത, പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവായ, നാഥനല്ലാത്ത ആളുകളെ, കാണാത്ത, കേൾക്കാത്ത, ഒന്നിനും കഴിയാത്ത, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത വസ്തുക്കളെ, വ്യക്തികളെ ഒക്കെയായിരുന്നല്ലോ അവർ ആരാധിച്ചിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതും പൂജിച്ചിരുന്നതുമൊക്കെ. അവയൊക്കെ നിരർത്ഥകമാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു ലളിത ബുദ്ധിക്കും പ്രാഥമിക ബുദ്ധിക്കും മനസ്സിലാകുന്ന നിലക്ക് സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കുമ്പോൾ ഈ അവിശ്വാസികളായ പ്രമാണി വർഗത്തിനും അവരുടേതായ ആളുകൾക്കുമൊന്നും അത് സഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അവരത് കേൾക്കാൻ പോകരുത്, അത് കേട്ടാൽ പഴച്ചു പോകും എന്നൊക്കെ അവർ ജനങ്ങളോട് പറഞ്ഞിരുന്നത്. കാരണം അത്ര വശ്യസുന്ദരമായിരുന്നു പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ. അത് ചാട്ടുളി പോലെ ശ്രോതാക്കളുടെ മനസ്സുകളിലേക്ക് തുളച്ചു കയറി അവിടെ ശക്തമായ നിലക്കുള്ള ഒരു ചലനം സൃഷ്ടിക്കുമാറുള്ള ആശയങ്ങളാണല്ലോ പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ മുഴുവനും. അപ്പൊ അതുകൊണ്ട് തന്നെ ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാനാവുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ
ഈ അറേബ്യൻ മുശ്രിക്കുകളും കാഫിറുകളുമൊക്കെ പലപ്പോഴും അവർ ചെയ്തിരുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പിന്നെ അവർ നല്ലതൊന്നും പറയൂല, പിന്നൊക്കെ പരിഹാസാണ്. കാണുമ്പോ കളിയാക്കുക, പരിഹസിക്കുക. ഈ രൂപത്തിൽ ഇങ്ങനെ സമൂഹത്തിന്റെ മുമ്പിൽ അവിടുത്തെ പ്രയാസപ്പെടുത്താനും അപമാനിക്കുവാനും ഒക്കെ ശ്രമങ്ങൾ നടത്തുക. ഇതായിരുന്നു അവരുടെ ഒരു ഹോബി. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. وَإِذَا رَأَوْكَ إِن يَتَّخِذُونَكَ إِلَّا هُزُوًا وَإِذَا رَأَوْكَ إِن يَتَّخِذُونَكَ إِلَّا هُزُوًا أَهَذَا الَّذِي بَعَثَ اللَّهُ رَسُولًا وَإِذَا رَأَوْكَ അവർ താങ്കളെ കണ്ടാൽ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവർ കണ്ടാൽ, അവർ കാണുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവർ നിന്നെ കാണുമ്പോൾ, ഇയ്യത്തഖിദൂനക ഇല്ലാ ഹുസുവാ, ഇയ്യത്തഖിദൂനക അവർ നിന്നെ ആക്കുകയില്ല. ആരായിട്ടല്ലാതെ? ഇല്ലാ ഹുസുവൻ, ഒരു പരിഹാസമായിട്ടല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണുമ്പോഴൊക്കെ പരിഹസിക്കാനാണ് അവർ തയ്യാറായിരുന്നത്. ഹുസുവ് എന്ന് പറഞ്ഞാൽ പരിഹാസം. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം ഇസ്തഹ്സാ, ഇസ്തിഹ്സാ എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ല യസ്തഹ്സിഊന എന്നൊക്കെ. അപ്പൊ അവിടെ ഹുസുവ് പരിഹാസം, ആ പരിഹാസമാണ്. വഇദാ റഅൗക നിന്നെ അവർ കാണുമ്പോ, ഈ യത്തഖിദൂനക നിന്നെ അവർ ആക്കുന്നില്ല. ഇത്തഖദ സ്വീകരിച്ചു, ആക്കി എന്നൊക്കെ അർത്ഥം. അതിന്റെ മുളാരിയാണ് യത്തഖിദു. യത്തഖിദൂന അവർ സ്വീകരിക്കുന്നു, അവർ ആക്കുന്നു. ക നിന്നെ എന്തായിട്ടല്ലാതെ അവരാക്കുന്നില്ല. ഇല്ല ഹുസുവൻ, ഒരു പരിഹാസപാത്രമായിട്ടല്ലാതെ അവർ നിന്നെ കാണുന്നില്ല. എപ്പോഴും പരിഹസിക്കാതാണ് അവരുടെ ഒരു ഹോബി. അവർ പരിഹസിക്കുമ്പോ എന്താ അവർ പറയാ? അഹാദല്ലദീ ബഅസല്ലാഹു റസൂലാ, അഹാദാ ഇവനെയാണോ? കണ്ടോ, അവര് പറയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചൂണ്ടിയിട്ട് അവര് പറഞ്ഞിരുന്നത് എന്താണ്? അഹാദാ ഇവനാണോ? അല്ലദീ ഒരുവൻ, എങ്ങനെയുള്ളവൻ? ബഅസല്ലാഹു അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു, റസൂലായിട്ട്. അപ്പൊ ഇവനാണോ അള്ളാഹു റസൂലായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളവൻ? അല്ലെങ്കിൽ ഇവനാണോ അള്ളാഹു റസൂലായി നിയോഗിച്ചിട്ടുള്ളയാള്? അതറിയാൻ വേണ്ടി ചോദിക്കണതല്ല, അതൊരു പരിഹാസമാണ്. നമ്മളുണ്ടല്ലോ ഒരാളെ കാണുമ്പോൾ, ഓ ഇവനാണ് ഇപ്പൊ ആ പറഞ്ഞു നടക്കുന്ന ആളല്ലേ, ആ ഇവനാണ് ആ മറ്റേ വർത്താനം പറഞ്ഞിങ്ങനെ സ്വീപ്പാക്കുന്ന ആളല്ലേ എന്നിങ്ങനെ നമ്മളൊരാളെ കുറിച്ച് പലപ്പോഴും ചിലപ്പൊക്കെ പറയാറില്ലേ? അതെന്ത് അർത്ഥത്തിലാ? ഇവനാണോ എന്ന് വേറുള്ളവരോട് ചോദിക്കലല്ലോ, അതൊരു കളിയാക്കലാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും വേറെ സ്ഥലത്തും. സൂറത്തുൽ അംബിയ 36-ാമത്തെ ആയത്തിൽ ഇവർക്കിതൊരു ഹോബിയാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ തന്നെ വീണ്ടും പറയുന്നുണ്ട്. 36-ാമത്തെ ആയത്തിൽ എവിടെ? സൂറത്തുൽ അംബിയ. وَإِذَا رَأَى الَّذِينَ كَفَرُوا إِن يَتَّخِذُونَكَ إِلَّا هُزُوًا أَهَذَا الَّذِي يَذْكُرُ آلِهَتَكُمْ وَهُمْ بِذِكْرِ الرَّحْمَنِ هُمْ كَافِرُونَ. وَإِذَا رَآكَ അല്ലാഹു പറയാണ്, വൈദാ റആക നിന്നെ അവർ കണ്ടാൽ. ആര്? അല്ലദീന കഫറു അവിശ്വാസികൾ നിന്നെ കാണുമ്പോ, ഈ യത്തഖിദൂനക അവർ നിന്നെ സ്വീകരിക്കുന്നില്ല. ഇല്ലാ ഹുസുവൻ പരിഹാസ്യമായിട്ടല്ലാതെ. കളിയാക്കല അവർക്ക് പണി. എന്നിട്ട് അവർ പറയും, അവിടെ ഈ സൂറത്തുൽ ഫുർഖാനിൽ ഇപ്പൊ നമ്മൾ കേട്ടതിൽ എന്താ ഉള്ളത്? അഹാദല്ലദീ ബഅസല്ലാഹു റസൂലാ എന്നാ വെച്ച്. ഇവനാണോ അള്ളാഹു റസൂലായി അയച്ച ആള്? എന്നാൽ സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറയുന്നു, നോക്കൂ, വേറൊരു പരിഹാസവാക്ക. അഹാദല്ലദീ യദ്കുറു ആലിഹത്തക്കും ഇവനാണോ നിങ്ങളുടെ ആരാധ്യന്മാരെയൊക്കെ ചീത്ത പറയുന്ന ആള്? ഇവനാണോ നിങ്ങളുടെ ആരാധ്യന്മാരെ, ആലിഹത്ത് ഇലാഹുകളെയൊക്കെ പറയുന്ന ആള് എന്ന് പറഞ്ഞാൽ ചീത്ത പറയുന്നയാള് എന്ന് പറഞ്ഞിട്ടാണ് അവര് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കളവാക്കിയിരുന്നത്. സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ചു നോക്കൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്തുൽ അംബിയായിലെ പരാമർശം നോക്കൂ നിങ്ങൾ. അവര് പറയുന്നത് എന്താ? ഇവനാണോ നിങ്ങളുടെ ഇലാഹുകളെ പറയുന്ന ആള്? വാസ്തവത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അവരുടെ ഇലാഹുകളെ തെറി പറയാറില്ല. അവരുടെ ആരാധ്യന്മാരെ, അവരാരാധിക്കുന്ന വ്യാജ ദൈവങ്ങളാണ് അതൊക്കെ. പക്ഷെ അവയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവയെ എന്ത് ചെയ്യാറില്ല? തെറി പറയാറില്ല. ലാത്ത അങ്ങനെയാണ്, ഉസ്സ അങ്ങനെയാണ്, മനാത്ത് അങ്ങനെയാണ് എന്നൊന്നും പറയാറില്ല. പിന്നെന്താ പരിപര ഇലാഹുകളെ പിന്നെ ചീത്ത പറയുന്നു എന്ന് പറയുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് മാത്രമേ പറയാറുള്ളൂ? ഏകനായ സ്രഷ്ടാവായ നിങ്ങളെയും ഈ പ്രപഞ്ചത്തെയും നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചവനാരോ അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. മറ്റ് നിങ്ങൾ ആരോട് പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് ഒരു തരി ഉപകാരം, ഒരു തരി ഉപദ്രവം നടത്തുവാനോ ചെയ്യുവാനോ അവർക്ക് കഴിയില്ല. ജലാശയത്തിന്റെ അരികിൽ പോയി വെള്ളം അവിടെ നിന്ന് മുക്കിയെടുക്കാനുള്ള ഒരു സംവിധാനവുമില്ലാതെ കരയിൽ നിന്നുകൊണ്ട് ഇരു കരങ്ങളും നീട്ടിയിട്ട് വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം വായിലേക്ക് എത്തുമോ? ഇതുപോലെ ഇതിനേക്കാൾ നിരർത്ഥകമാണ് നിങ്ങൾ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ വ്യാജ ദൈവങ്ങളൊക്കെ. അവർക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല, അവർ നിങ്ങളുടെ വിളി കേൾക്കൂല, ഉത്തരം ചെയ്യൂല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അത് പറയുന്നതിനാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങളുടെ ഇലാഹുകളെയൊക്കെ ചീത്ത പറയുന്ന ആള്. അത് ഏത് കാലഘട്ടത്തിലും ഉള്ള ഒരു പ്രയോഗമാണ്. നിങ്ങൾ നോക്കൂ, ഇന്നും ഇസ്ലാമിക പ്രബോധകന്മാര് ശിർക്ക് ചെയ്യുന്ന ആളുകളോട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവരോട് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളോട് പ്രാർത്ഥിക്കരുത്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയപ്പെടുന്ന അവരോടും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അവരൊക്കെ മരണപ്പെട്ടു പോയവരാണ്, അവർ നമ്മുടെ സഹായാർത്ഥന കേൾക്കുന്നില്ല. ഇനി കേട്ടൂന്ന് നിങ്ങൾ സങ്കല്പിച്ചതിന് അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയൂല. അവരതല്ല പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് നമ്മെ സഹായിക്കാനാവില്ല. ഏകനായ സൃഷ്ടാവായ അവരുടെയും നമ്മുടെയും സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കൂ. അമ്പിയാക്കളെ അമ്പിയാക്കൾ എന്ന നിലക്ക് നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. ഔലിയാക്കളെ ഔലിയാക്കൾ എന്ന നിലക്ക് നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം. പക്ഷെ അവരോടൊന്നും അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്നത് പോലെയുള്ള പ്രാർത്ഥനകളോ തേട്ടങ്ങളോ ഒന്നും ചെയ്യരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള പല ആളുകളും തിരിച്ചെന്താ പറയാറുള്ളത്? നിങ്ങൾ ഔലിയാക്കന്മാരെ ചീത്ത പറയുന്നവരാണ്, നിങ്ങൾ അമ്പ്യൗലിയാക്കന്മാരെ ചീത്ത പറയുന്നവരാണ്, തള്ളുന്നവരാണ്, അവർക്ക് കഴിവില്ല എന്ന് പറയുന്നവരാണ്. ഇങ്ങനെയല്ലേ സാധാരണ കേൾക്കാറുള്ളത്? ഇതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുള്ള ജനങ്ങളും പറയുന്നത്. അള്ളാന്റെ റസൂല് അവര് വിളിച്ചു പൂജിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവങ്ങളെയും അള്ളാന്റെ റസൂല് ചീത്ത പറയാറില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷെ എന്നിട്ടും അവർ പറയണത്, നബിനെ കാണുമ്പോ അങ്ങനെ കണ്ണിട്ടിട്ട് ചോദിക്കാണ്, നബിനെ പരിഹസിക്കാണ്. ഇവനാപ്പല്ലേ, ഇവനാണ് മറ്റേ ആളില്ലേ, നമ്മളല്ല അങ്ങനല്ലേ പറയുമ്പോ കണ്ടോ, ഇവനാണ് മൊയ്തി ശേഖനെ പറയുന്ന ആളില്ലേ, ഇവനാണ് മമ്പർത്തങ്ങളെ ചീത്ത അറിയുന്ന ആളില്ലേ, ഇവനാണ് ബദരീങ്ങളെ ചീത്ത അറിയുന്ന ആളില്ലേ, ഇവനാണ് റസൂലുള്ളാഹിനെ അങ്ങനെ ചീത്ത അറിയുന്ന ആളല്ലേ, ഇത് പോണതില്ലേ എന്നിങ്ങനെ ഇന്നും പല ആളുകളും തെറ്റിദ്ധാരണയുടെ പുറത്ത്, തെറ്റിദ്ധാരണയുടെ പേരിൽ തൗഹീദി പ്രബോധകന്മാരെ കുറിച്ച് ചൂണ്ടി പറയാറില്ലേ? അവരുടെ നേരെ കണ്ണുകൾ കൊണ്ട് ഗോഷ്ഠികൾ കാണിച്ച്, കണ്ണിറുക്കി കാണിച്ച് അവരെ പരിഹസിക്കാറില്ലേ? ഇവനാണല്ലേ മറ്റേ ആൾ, ഇവനാണ് ആ പുതിയ ആളല്ലേ എന്ന് പറയാറില്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ അറേബ്യയിലെ കാഫിറുകൾ, അറേബ്യയിലെ ജനത അവർ പറഞ്ഞിരുന്നത് എന്താ? പരിശുദ്ധ ഖുർആൻ പറയണ്, അഹാദല്ലദീ യദ്കുറു ആലിഹതക്കും, ഇവനാണോ നിങ്ങളുടെ ആരാധ്യന്മാരെ ഇലാഹുകളെയൊക്കെ ചീത്ത പറയുന്നയാള്, വിമർശിച്ചുകൊണ്ട് നടക്കുന്ന ആളല്ലേ? ഇങ്ങനെ കളിയാക്കും. നോക്കണം നിങ്ങൾ, ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അള്ളാന്റെ റസൂല് റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ നിരത്തിയിട്ടാണ് തൗഹീദ് സ്ഥാപിച്ചിട്ടുള്ളത്, ശിർക്കിനെ എതിർത്തിട്ടുള്ളത്. എങ്കിൽ അവർ അതിനല്ലേ മറുപടി പറയേണ്ടത്? ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാപിച്ച തെളിവുകളുടെ നിരർത്ഥകതയല്ലേ അവർ പറയേണ്ടത്? അതിനവരെ കൊണ്ട് കഴിയൂല, അതിനവർക്ക് സാധ്യല്ല. അപ്പൊ ആദർശത്തെ തെളിവുകളുടെ പിൻബലം കൊണ്ട് നേരിടാനാവില്ലെന്ന് വരുമ്പോ ഏത് കാലഘട്ടത്തിലും ശത്രുക്കൾ സ്വീകരിക്കുന്ന ഒരു അടവ് നയമാണ് പരിഹസിച്ച് ആളെ മാനസികമായി തളർത്തി ഒരു അരിക്കാക്കി മൂലക്കാക്കി തട്ടുക.
എന്നിട്ട് അവരുടെ ശബ്ദത്തെ ഇല്ലാതെയാക്കുക, അല്ലെങ്കിൽ കയ്യാങ്കളി നടത്തുക, അല്ലെങ്കിൽ അവരെ കയ്യേറ്റം നടത്തുക, പീഡനങ്ങൾ നടത്തുക, അങ്ങനെ പ്രയാസപ്പെടുത്തിയിട്ട് ഈ ദഅവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ഇത് ഏത് കാലഘട്ടത്തിലും ആളുകൾ പയറ്റി നോക്കുന്ന ഒരു രീതിയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുന്ന് വല്ലാതെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് അതുകൊണ്ടൊന്നും അവിടുത്തെ മനസ്സ് ചഞ്ചലപ്പെട്ടില്ല. അവിടുന്ന് ഒരിക്കലും കുലുങ്ങിയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ റബ്ബിൽ പ്രതീക്ഷയും തവക്കുലും അർപ്പിച്ചുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് പോയി. ആദർശ പ്രബോധന രംഗത്ത് അവിടുന്ന് ശക്തമായി തന്നെ മുന്നോട്ട് പോയി. സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞ പരിഹാസം തന്നെയാണ്. താങ്കളെ അവര് നിന്നെ കാണുമ്പോ, നബിയെ നിന്നെ അവര് കാണുമ്പോ നിങ്ങനെ ഒരു പരിഹാസമായിട്ടല്ലാതെ അവരാക്കുന്നില്ല. ഇവിടെ പറഞ്ഞ പരിഹാസം ഇവിടെ എന്തായിരുന്നു പരിഹാസം? അഹദല്ലദീ ബഅസല്ലാഹു റസൂലാ, ഇവനാണോ അല്ലാഹു റസൂലായി അയച്ചത്? ഇവിടെ എത്ര മനുഷ്യന്മാരുണ്ടായിരുന്നു കണ്ടോ, അവരുടെ ആ ഒരു കിബറാണ്. ഇവിടെ എത്ര നമ്മളെപ്പോലത്തെ വലിയ വലിയ മനുഷ്യന്മാരില്ലേ, എല്ലാ തറവാട്ടുകാരില്ലേ, പ്രമാണിമാരില്ലേ, സമ്പന്നരില്ലേ, നല്ല നല്ല പേരും പ്രശസ്തിയും ഒക്കെയുള്ള ആളുകൾ ഇവിടെ എത്ര ആളുണ്ട് ഇവിടെ മക്കത്ത്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ സൂറത്ത് സുഹ്റുഫില് 31-ാമത്തെ ആയത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവര് പച്ചയായി പറഞ്ഞൊരു കാര്യം, وقالوا لولا نزل هذا القرآن وقالوا لولا نزل هذا القرآن على رجل من القريتين عظيم. وقالوا, ഈ അറേബ്യൻ മുശ്രിക്കുകളെ അവിശ്വാസികൾ പറഞ്ഞിരുന്നു, ലൗലാ നുസ്സില ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ എന്തുകൊണ്ട് ഇറക്കപ്പെട്ടുകൂടായിരുന്നോ? ഈ ഖുർആൻ ഇറക്കപ്പെടാമായിരുന്നില്ലേ? ആർക്ക്? അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം, രണ്ട് നാടുകളിലെ ഏതെങ്കിലും ഒരു മഹാനായ പുരുഷന് ഇറക്കി കൊടുത്തുകൂടായിരുന്നോ? ഇവര് അള്ളാന്റെ റസൂൽ ഒരു മഹാനായിട്ട് കാണുന്നില്ല. ഇപ്പൊ ഇവർക്ക് മഹത്വം പോരാ. ഖറിയത്തൈനി എന്നുള്ളത് കൊണ്ട് അവരുദ്ദേശിക്കുന്ന ഏതാണ്? ഒന്ന് മക്ക, മറ്റൊന്ന് മക്കയിലേക്ക് വിഭവങ്ങളൊക്കെ വരുന്ന കുറച്ചും കൂടി ഫലഭൂയിഷ്ടമായ നല്ല കാലാവസ്ഥയൊക്കെയുള്ള ത്വായിഫ്. അപ്പൊ മക്കയും ത്വായിഫും അവിടെയുള്ള എത്ര ആൾക്കാരുണ്ട്, എത്രയെത്ര പ്രഗത്ഭരുണ്ട്. അവരുടെ കണ്ണിൽ ഒരുപാട് പ്രഗത്ഭരുണ്ട്, നല്ല നല്ല ആളുകളൊക്കെ ഉണ്ടായിട്ട് ഈ അനാഥ ചെറുക്കനാണോ, സാമ്പത്തികമായിട്ടൊരു ശേഷിയില്ലാത്ത ഈ അനാഥയായ ഈ ആൾക്കാണോ ഇപ്പോ ഖുർആൻ ഇറക്കാൻ കണ്ടത്? ഇവനിക്കാണോ ഇപ്പൊ അത് കിട്ടിയത്? അതാ പറയണത്, അഹാദല്ലദീ ബഅസല്ലാഹു റസൂലാ, അഹാദല്ലദീ ബഅസല്ലാഹു റസൂലാ, ഇവനാണോ അല്ലാഹു റസൂലായി അയച്ചിട്ടുള്ളവൻ. അവർക്ക് ആളെ കണ്ണു പിടിക്കുന്നില്ല, അത് പോരാ. കാരണം അവര് പല പ്രതീക്ഷയിലും കാത്തിരുന്നതാണ്, പക്ഷെ അവർക്കാർക്കും കിട്ടിയില്ലല്ലോ. പരിശുദ്ധ ഖുർആൻ നേരത്തെ പറഞ്ഞില്ലേ, സൂറത്തു സുഹ്റുഫില് ഞാൻ പറഞ്ഞല്ലോ 31-ാമത്തെ ആയത്തിൽ അവർ ചോദിച്ചു, മക്കയിലെയും തായിഫിലേക്ക് വേറെ എത്ര മനുഷ്യന്മാരുണ്ടായിരുന്നു, അവർക്കൊക്കെ കൊടുത്തുടായിരുന്നു, ഇവനാണോ കൊടുക്കാൻ കണ്ടത് ഖുർആൻ? അല്ലാഹു ഉടനെ തന്നെ മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, അഹും അവരാണോ യഖ്സിമൂന ഓഹരി വെക്കുന്നത് റഹ്മത റബ്ബിക, നിന്റെ റബ്ബിന്റെ അനുഗ്രഹങ്ങള്, നിന്റെ റബ്ബിന്റെ അനുഗ്രഹവും കാരുണ്യൊക്കെ വീതിക്കാനാണ് അവർക്കാണോ അവകാശം? അത് അള്ളാഹുവിന് അതിന്റെ അധികാരം. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും. അതാണ് പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്. എന്ത്? അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു, അള്ളാഹ്ക്ക് നന്നായിട്ട് വിവരമുണ്ട്, അള്ളാഹുവിന് നന്നായി അറിയാം. എന്ത്? അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു, ആർക്കാണ് റിസാലത്ത്, എവിടെയാണ് റിസാലത്ത് കൊടുക്കേണ്ടത്, ആരെയാണ് നബിയാക്കേണ്ടത്, ആരെയാ റസൂലാക്കേണ്ടത് എന്നൊക്കെ അള്ളാഹ്ക്ക് അറിയാം. അത് അള്ളാഹ് ചെയ്യും. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ അസൂയ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ പറയും പോലെയല്ല, അള്ളയാണ് എല്ലാം തീരുമാനിക്കുന്നത്. സൂറത്തുൽ അൻആമിലെ 124-ാമത്തെ ആയത്തിൽ അള്ളാഹു അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഇവർക്ക് ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു പ്രയാസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദർശത്തെ നേരിടാൻ കഴിയണില്ല. കാരണം അറബി ഭാഷയിലും സാഹിത്യത്തിലും
ആദർശത്തിന്റെ മേന്മയിലുമൊക്കെ അവരെ ഇങ്ങനെ വരച്ച വരയിൽ നിർത്തുന്ന വളരെ കൃത്യമായ മഹത്വമേറിയ വചനങ്ങൾ കൊണ്ടാണ് അള്ളാഹിന്റെ റസൂൽ ദഅവത്ത് നടത്തുന്നത്. ആളുകളുടെയൊക്കെ മനസ്സുകളെ അത് വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. കുഞ്ഞുമക്കളുടെയും അതുപോലെ തന്നെ സ്ത്രീജനങ്ങളുടെയും നിരക്ഷരരായ അതുപോലെയുള്ള ധാരാളക്കണക്കിന് പുരുഷന്മാരുടെയും ഒക്കെ മനസ്സുകളെ അത് വല്ലാതെ പിടിച്ചു കുലുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞു നോക്കിയിരുന്നത് കേൾക്കാൻ പോകരുത് എന്ന്. കാരണം കേട്ടാൽ ആകർഷിക്കപ്പെടുന്നവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് ആദ്യമേ പറഞ്ഞിരുന്നു കേൾക്കാൻ പോകരുത് എന്ന്. എന്നിട്ടും ജനങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴുകന്നെയാണ്. അപ്പൊ പിന്നെ കാണുന്നിടത്തൊക്കെ വെച്ച് പരിഹസിക്കുക, കയ്യേറ്റം ചെയ്യുക, ഇതൊക്കെയാണ്. ഇതാണ്. അപ്പോ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണുമ്പോൾ എന്തു പറയും? അഹാദല്ലദീ ബഅസല്ലാഹു റസൂല, ഇവനാണോ അല്ലാഹു റസൂലായി നിയോഗിച്ചിട്ടുള്ളവൻ? തീർന്നില്ല, അവരിനിയും പറയുന്നത് നോക്കൂ. ഇൻ കാദ ലയുദില്ലുനാ അൻ ആലിഹതിനാ ലൗലാ അൻ സബർനാ അലൈഹാ. ഇൻ കാദ ലയുദില്ലുനാ, ഇവൻ നമ്മെ തീർച്ചയായും പഴപ്പിക്കുമായിരുന്നു. കണ്ടോ? ഇൻ കാദ ലയുദില്ലുന, ഇൻ കാദ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആകുമാറായിരുന്നു. എന്ത്? ലയുദില്ലുന, നമ്മെ വഴിതെറ്റിക്കുക തന്നെ ചെയ്യുമായിരുന്നു ഇവൻ. റസൂലുള്ളാഹിനെ കുറിച്ചാ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അവർ പറയുന്നത് നോക്കൂ. ഇൻ കാദ ലയുദില്ലുന, ഇവൻ നമ്മെ നിശ്ചയമായും വഴിതെറ്റിച്ച് കളയുമായിരുന്നു. ആരില്ലെന്ന്? അൻ ആലിഹത്തിന, നമ്മുടെ ആരാധ്യ വസ്തുക്കളിൽ നിന്ന്, നമ്മുടെ ഇലാഹുകളിൽ നിന്നൊക്കെ നമ്മെ അവൻ തെറ്റിച്ച് കളയുമായിരുന്നു. പിന്നെ നമ്മൾ തെറ്റാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ലൗലാ അൻ സബർനാ അലൈഹാ, ലൗലാ അൻ സബർനാ അലൈഹാ, നാം അതിൽ നല്ല മനസ്സുറപ്പ് കൈക്കൊണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവ നമ്മളെ പഴപ്പിക്കുമായിരുന്നു. നമ്മൾക്ക് നല്ല സ്ഥിരചിത്തത ഉണ്ട്. നമ്മളെ മനസ്സൊക്കെ നല്ല ഉറപ്പ്. ആരെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കൊന്നും പതറൂല. നമ്മൾ കാക്കകാരണവന്മാരാ പഠിപ്പിച്ചിൽ ഇങ്ങനെ ഉറച്ച് നിൽക്കുകയാണ് നമ്മൾ. ഇനി ഇവിടെ ഒരായത്തോ ഹദീസോ ഒന്നും ആരും ഓതണ്ട, ആരും ഇനിയൊന്നും പറയും വേണ്ട, ഞങ്ങൾക്കതൊന്നും കേൾക്കണ്ട. ഞങ്ങളെ വാപ്പപ്പാപ്പമാരെ പഠിപ്പിച്ച അതാണ്ട് മനസ്സിൽ ആണ്ട് ഉറപ്പിച്ചു നിന്നോളിന്നായിരുന്നു അണികളെ അവർ പഠിപ്പിച്ചിരുന്നത്. അവരണികൾ അങ്ങനെയാ പഠിപ്പിച്ചിരുന്നത്. അവരോട് ചോദിച്ചാൽ അവരിങ്ങനെയുള്ള പറഞ്ഞിരുന്നത്. തെളിവുകളും പ്രമാണങ്ങളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹിന്റെ റസൂൽ അവരോട് ദഅവത്ത് നടത്തിയിരുന്നു. നിങ്ങൾ ശിർക്ക് ചെയ്യല്ലേ, ഇത്തരത്തിൽ റബ്ബല്ലാത്തവരെ ആരാധിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അള്ളാഹിന്റെ കിതാബിലേക്ക് വരിൻ, അല്ലാഹു തആല അവതരിപ്പിച്ച നിയമങ്ങളിലേക്ക് വരിൻ. അതാണ് നിങ്ങൾക്ക് പരലോകത്ത് നല്ലത്, മരണാനന്തരം ശാശ്വത രക്ഷക്കതാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പറയാൻ ഏക ന്യായം എന്താ? നീ പറയുന്നതൊക്കെ ഞങ്ങളിതാ ഇന്ന തെളിവുകൾ കൊണ്ട് ഖണ്ഡിക്കുന്നു എന്ന് പറയാനുള്ള വിവരമോ ബുദ്ധിയോ ഒന്നും അവരുടെ കൈകളിലില്ല. ആകെ കൂടി എന്താ പറയാന്നറിയോ? ബൽ വജദ്നാ അലൈഹാ ആബാന, ഞങ്ങളെ വാപ്പപ്പാപ്പമാരെ ഞങ്ങളെ ഏതൊന്നിലാണോ കണ്ടത് അത് ഞങ്ങൾ ചെയ്യും, അത് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഇതായിരുന്നു അവരുടെ ന്യായം. ഇന്നും അങ്ങനെ തന്നെയാണ്. ന്യായം കൊണ്ട് ഉത്തരം മുട്ടുമ്പോൾ അവസാനം പറയും നിങ്ങൾ എന്ത് പറഞ്ഞിട്ടെന്താ, ഞങ്ങൾക്ക് ഞങ്ങളെ വാപ്പപ്പാപ്പമാര് പൂർവികരായ ആൾക്കാർ ചെയ്തതൊക്കെ തന്നെ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്. പക്ഷെ പൂർവികർ ചെയ്ത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മളെ പൂർവികരാരാണ്? മഹാന്മാരായ അമ്പിയാക്കളാണ്. അവരിൽ അതിശ്രേഷ്ഠരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ നബിതങ്ങളെ കാണാനും കേൾക്കാനും സഹവസിക്കാനും അവസരം കിട്ടിയ ആദ്യ തലമുറയായ സ്വഹാബത്താണ്. അതൊക്കെ തന്നെ നമ്മുടെ മാതൃക. പക്ഷെ ആ പേരും പറഞ്ഞിട്ട് പൂർവീകര് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞൊരു തലമുറയിലെ പ്രമാണങ്ങളിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളെയാണ് പലപ്പോഴും പലരും തെളിവാക്കാറുള്ളത്. അപ്പൊ നോക്കുന്ന സഹോദരന്മാരെ, നമ്മൾ പൂർവീകര് അള്ളാഹുവിന്റെ കിതാബിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങൾക്കും യോജിക്കുന്ന നിലക്ക് പറഞ്ഞാലാണ് എടുക്കേണ്ടത്. അല്ലാത്തതിന് പ്രമാണങ്ങളുടെ പിൻബലം വേണം. അറേബ്യൻ ജനത അവരോട് തെളിവുകളിലേക്ക് വരൂ ഇതാ എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞിരുന്ന ന്യായം ഞങ്ങളാ പഠിച്ചോടെ തന്നെ നിൽക്കും. അണികളോടും അവരതന്നെ പറഞ്ഞിരുന്നത്. അണികളോടും അത് തന്നെയാ പറഞ്ഞിരുന്നത്. സഹോദരങ്ങളെ, ചരിത്രത്തിന്റെ തനി ആവർത്തനമാണ് നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഏതൊരു കാലഘട്ടത്തിലും ദഅവത്ത് നടത്തുമ്പോൾ ആ ജനതയോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. എന്ത്? ഏകനായ അള്ളാനെ മാത്രമേ ആരാധിക്കാവൂ. അതിനുള്ള തെളിവും ന്യായമൊക്കെ പറഞ്ഞു കൊടുത്തു. അതൊന്നും ശരിയല്ല എന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല. എന്നിട്ട് അവരെ മറുപടി എന്തായിരുന്നു? സൂറത്ത് സ്വാദിൽ 5 മുതൽ 8 വരെയുള്ള ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് കേട്ടിട്ട് അവരുടെ മറുപടി എന്താണെന്നറിയോ? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദാ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ് وانطلق الملأ منهم أن امشوا واصبروا على آلهتكم إن هذا لشيء يراد ما سمعنا بهذا في الملة الآخرة إن هذا إلا اختلاق أأنزل عليه الذكر من بيننا. തുടർന്ന് പറയാണ് വിശുദ്ധ ഖുർആൻ. സൂറത്ത് സ്വാദിലാണ് ഞാൻ ഈ പറയുന്ന ആയത്തുകൾ, 5 മുതൽ 8 വരെയുള്ള ആയത്ത്. എന്താ അതിൽ പറയുന്നത് സഹോദരങ്ങൾ? നമ്മൾ ചുരുക്കി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് വളരെ കൃത്യമായി ഏതൊരു ആളുകൾക്കും മനസ്സിലാകുന്ന നിലക്ക് ലളിതമായ കാര്യങ്ങൾ കൊണ്ടത് സമർത്ഥിച്ചപ്പോൾ തിരിച്ചു മറുപടി ഒന്നും പറയാനില്ല. അവർ ചോദിച്ചൊരൊറ്റ ചോദ്യമാണ്, ആഹാ അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ. മുഹമ്മദ് വന്നിട്ട് ഇപ്പം എല്ലാ ഇലാഹുകളെയും ഒഴിവാക്കിയിട്ട് ഏക ഇലാഹിനെ മാത്രമേ പാടുള്ളൂ എന്നാ അപ്പം പറയണത്? അത് ഭയങ്കര പുതുമുള്ള കാര്യം തന്നെയാണല്ലോ, അത് അംഗീകരിക്കാൻ പറ്റൂല. എന്നിട്ട് മാത്രമല്ല, അവരുടെ പ്രമാണിമാരൊക്കെ എന്താ ചെയ്തത്? ഇതും പറഞ്ഞിട്ട് സ്ഥലം വിടുകയാണ്. അവരവിടുന്ന് സ്ഥലം വിടുമ്പോൾ അണികളോട് അവർ പറയണത്, അനിംഷു, നടക്കിനിടാ, നിങ്ങൾ നടന്നോളൂ. വസ്ബിറൂ അലാ ആലിഹതികും, നിങ്ങൾ ഇപ്പൊ നിലവിൽ ആരെയാണോ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഇലാഹുകളെയൊക്കെ തന്നെ ആരാധിച്ചുകൊണ്ട് അതിൽ തന്നെ ഉറച്ചു നിന്നോളൂ. കണ്ടോ, അണികളോട് ഇങ്ങനെ ഉറപ്പിച്ചു കൊടുക്കുക. ഏത് കാലത്തും പൗരോഹിത്യം അങ്ങനെ തന്നെ ചെയ്യാം. അണികളങ്ങനെ ശിർക്കിൽ തളച്ചിടും. എത്ര കൃത്യമായ ആയത്തുകളിലൂടെ ഹദീസുകളിലൂടെ പച്ചയായി സമൂഹത്തിന് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്താലും ചില കാര്യലാഭമുള്ള പുരോഹിതന്മാരും പ്രമാണി നേതാക്കന്മാരും അണികളോട് പറയും, ഓർച്ചു നിന്നോ, ഈ പുത്തൻവാദിയുടെ വാക്കുകളൊന്നും ശ്രദ്ധിക്കരുത്. അനിംഷു വസ്ബിറു അലാ ആലിഹതികും. അറേബ്യൻ പ്രമാണിമാർ അവരുടെ അണികളോട് അതാ പറഞ്ഞത്. മുഹമ്മദിന്റെ ഈ വാക്കുകൾക്കൊന്നും നിങ്ങൾ കാതുകൊടുക്കണ്ട. വസ്ബിറു അലാ ആലിഹതികും, നിങ്ങളുടെ ആരാധ്യന്മാരുടെ കാര്യത്തിൽ ഉറച്ചു നിന്നോളൂ. നല്ല സഹനത്തോടെ ക്ഷമയോടെ അതിൽ തന്നെ മുറുക്കി പിടിച്ചോളൂ. ഇടവും വലമൊന്നും ഇനി നിങ്ങൾ നോക്കണ്ട. ഇന്ന ഹാദാ ലശൈഉൻ യുറാദ്. മുഹമ്മദ് പ്ലാൻഡ് ആയിട്ട് ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അതിലേക്ക് നിങ്ങൾ കാതു കൊടുക്കുക വേണ്ട. മാത്രമല്ല, ഇതൊന്നും നമ്മുടെ പൂർവീകരിൽ നമ്മളെ കഴിഞ്ഞുപോയ സമുദായത്തിലൊന്നും കേൾക്കാത്ത വർത്താനാണ് മുഹമ്മദ് പറയുന്നത്. പുത്തം വാദമാണ് പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. എന്നിട്ടിപ്പോ നമ്മുടെ കൂട്ടത്തൊന്നും ഇപ്പൊ അവനിക്കാണിപ്പോ ഇങ്ങനെ ഉത്ബോധനവും ഉപദേശമൊക്കെ ഇപ്പൊ കൊടുത്തിരിക്കുന്നത്, ഇറക്കപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ദഅവത്തിനെ കൊച്ചാക്കി കാണിക്കുക എന്നും സഹോദരങ്ങളെ ഇത് ചരിത്രത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ലോകത്ത് ശിർക്കിന്റെ രംഗപ്രവേശം വന്ന നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത വദ്, സുവാഴ്, യഗൂസ്, യഊഖ്, നസ്ർ 5 ആരാധ്യന്മാരായ ആളുകളെ, മഹാന്മാരെ അവർ ആരാധിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് നൂഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നത്. ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സമൂഹത്തിൽ വന്ന് രാവും പകലും ഭേദമില്ലാതെ, ഉറക്കെ പതുക്കെ എന്ന വ്യത്യാസമില്ലാതെ വൈവിധ്യമാർന്ന രൂപത്തിൽ 950 കൊല്ലത്തോളം സമൂഹത്തിൽ ദഅവത്ത് നടത്തി. കേട്ടപ്പോ അണികളോട് പ്രമാണിമാരെന്താ പറഞ്ഞതെന്നറിയോ? എന്താ അണികളോട് പ്രമാണിമാര് പറഞ്ഞത്? സൂറത്തു നൂഹിൽ നമുക്ക് കാണാം. വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റാ. ഖുർആൻ പറയാണ്, വഖാലു, നൂഹ് നബിയുടെ ശത്രുക്കളായ അവിശ്വാസികൾ പറഞ്ഞു. ജനങ്ങളോട് അവരെന്താ ഉപദേശിച്ചതെന്നറിയോ? നൂഹ് നബി വന്നിട്ട് അള്ളാനെ മാത്രമേ ആരാധിക്കാവൂ, നിങ്ങൾ വദ്, സുവാഴ്, യഗൂസ്, നഊഖ്, നസ്ർ അതൊക്കെ സൃഷ്ടികളാണ്, അവരൊക്കെ നമുക്ക് ആദരിക്കാം, ബഹുമാനിക്കാതല്ലാതെ അവരൊന്നും വിളിച്ചു പ്രാർത്ഥിക്കരുത്, അവരൊന്നും നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പ്രമാണിമാര് അനുയായികളെ ഉറപ്പിച്ച് നിർത്തുകയാണ്. എന്ത് പറഞ്ഞിട്ട്? ലാ തദറുന്ന ആലിഹതകും,
നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ ഒരിക്കലും കൈവടിയരുതേ, നിങ്ങൾ ഉപേക്ഷിക്കരുതേ. വലാ തദറുന്ന, നിങ്ങൾ ഒഴിവാക്കരുതേ. വദ്ദിനെ ഒഴിവാക്കരുതേ, സുവാഴിനെ ഒഴിവാക്കരുതേ. യഗൂസിനെ കൈവിടരുതേ, യഊഖിനെ കൈവിടരുതേ, നസ്റിനെ കൈവിടരുതേ എന്നിങ്ങനെ അവരവരുടെ അനികളോട് പറഞ്ഞു എന്നാ വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇതേത് കാലഘട്ടത്തിലും സഹോദരങ്ങളെ ആളുകൾക്കിടയിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കും. ഇതിലൊക്കെ നമ്മൾ പാഠം പഠിക്കണം എന്നാ സുഹൃത്തുക്കളെ എനിക്ക് എന്നോട് നിങ്ങളോടും പറയാനുള്ളത്. ഇസ്ലാമിക ദഅവത്തിന്റെ ആധാരശില അതല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമായ കാര്യമാണ് തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് സമൂഹത്തിന്റെ മുമ്പിൽ ദഅവത്ത് നടത്തുമ്പോൾ ഇതുപോലെയുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും. ആ പ്രതികരണങ്ങളൊക്കെ കേട്ട് എനിക്കിതിനൊന്നും ആവില്ലെന്ന് പറഞ്ഞ് രംഗം വിടുകയോ ചൂളി പിന്മാറുകയോ ചെയ്യാതെ ഗുണകാംക്ഷയോടെ ഈ സമൂഹം നന്നാവണം എന്ന ആഗ്രഹത്തോടെ അള്ളാഹുവിങ്കൽ നിന്ന് പ്രതിഫലം എനിക്ക് ലഭിക്കണം, ഇതെന്റെ ബാധ്യതയാണെന്ന പ്രതിഫലേച്ഛയോടുകൂടി ദഅവത്ത് കൃത്യമായി തന്നെ ഒരിക്കലും നിർത്തിവെക്കാതെ തുടർന്നുകൊണ്ടേയിരിക്കണം എന്ന പാഠം ഇതിൽ നമുക്കുണ്ട്. പരിഹസിക്കലുകളും കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും എല്ലാം ഏത് കാലഘട്ടങ്ങളിലും മഹാരഥന്മാരായ പ്രവാചകന്മാർക്ക് പോലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പിന്നെ അതിൻ്റെ 1000 അയലത്ത് അവരുടെ 1000 അയലത്തെത്താൻ യോഗ്യതയുള്ളവരല്ലല്ലോ. അപ്പൊ നമ്മളൊക്കെ ഇസ്ലാമിക ദഅവത്തിൽ നമ്മുടെ കൃത്യമായ ബാധ്യതകൾ നിർവഹിക്കണം സുഹൃത്തുക്കളെ. നമ്മൾ അറിയണം, അറിവനുസരിച്ച് പ്രവർത്തിക്കണം, അത് അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് എത്തിക്കണം. ഇത് നമ്മുടെ കടമയാണെന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുക. അപ്പൊ സഹോദരങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ രൂപത്തിലൊക്കെ അവരെന്ത് ചെയ്യാണ്? പരിഹസിക്കാണ്. പരിഹസിക്കുമ്പോൾ അവര് പറഞ്ഞ എന്താണ്? ഇൻകാദല യുദില്ലുനാ അൻ ആലിഹത്തിന, നമ്മൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഇലാഹുകളൊക്കെ ഉണ്ടല്ലോ, ഈ ഇലാഹുകളിൽ നിന്നൊക്കെ ഇവൻ തീർച്ചയായും നമ്മെ വഴിതെറ്റിക്കുക തന്നെ ചെയ്യുമായിരുന്നു. കാരണം അത്രക്ക് മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ദഅവത്താ അള്ളാന്റെ റസൂല് നടത്തുന്നത് എന്നിപ്പോ ഇവരുടെ ആയത്തിൽ നിന്ന് തന്നെ സമ്മതിക്കേണ്ടി വരുമല്ലോ. ഇവരെന്നെ സമ്മതിക്കണത് മുഹമ്മദിന്റെ പ്രവർത്തനം ഉണ്ടല്ലോ, മുഹമ്മദിന്റെ ആ ദഅവത്ത്, മുഹമ്മദ് പറയുന്ന ആ വാചകങ്ങളും ആ ആദർശമൊക്കെ ഉണ്ടല്ലോ, നമ്മളൊക്കെ പഴച്ചു പോകുക തന്നെ ചെയ്യുമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളൊക്കെ പഴച്ചു പോകാത്തത്? അവരുടെ ഭാഷയിൽ ലൗലാ അൻ സബർന അലൈഹ, നമ്മളതിൽ നല്ല ക്ഷമ കൈക്കൊള്ളുന്നുണ്ട്. നമ്മളാ വാപ്പപ്പാപ്പാര് പഠിപ്പിച്ച് തന്നെ നമ്മൾ നോക്കുള്ളൂ, ഇനി ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ അതൊന്ന് വിടൂല. അങ്ങനെ നല്ല ഉറച്ച് നല്ല സഹിച്ച് നമ്മൾ നല്ല ക്ഷമയോടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുഹമ്മദിന്റെ ഈ പ്രചരണത്തിലൊക്കെ നമ്മളും കുടുങ്ങിപ്പോകുമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അത്രത്തോളം അള്ളാഹിന്റെ റസൂലിന്റെ ദഅവത്ത് സമൂഹത്തിൽ ഏശിയിരുന്നു, അതിൻ്റെ ഫലം കണ്ടിരുന്നു എന്ന് അവര് തന്നെ സമ്മതിക്കുന്നു എന്നുകൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് അപ്പൊ ഇൻകാദല യുദില്ലുനാ അൻ ആലിഹത്തിനാ ലൗലാ അൻ സബർനാ അലൈഹാ, അത് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ് വസൗഫ യഅലമൂന ഹീന യറൗനൽ അദാബ മൻ അദല്ലു സബീലാ വസൗഫ യഅലമൂന വസൗഫ യഅലമൂന. നേരത്തെ പറഞ്ഞ വാചകങ്ങളിൽ മനസ്സിലാകാത്തതൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻകാദ, അവൻ അടുത്തിരിക്കുന്നു, എന്തില്ല യുദില്ലുന, അവൻ നമ്മെ പഴപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു. ഇവൻ അതല്ല എന്ന് പറഞ്ഞാൽ പഴപ്പിച്ചു, അതല്ല അതിന് മുതാരിയാണ് യുദില്ലു. അൻ ആലിഹത്തിന, ഇലാഹിന്റെ ബഹുവചനാണ് ആലിഹത്ത്. സ്വബറ, ക്ഷമിച്ചു സഹിച്ചു എന്നൊക്കെയാണ് അറിയാവുന്ന പദങ്ങളാണ്. ഇനി അല്ലാഹു പറയുന്നത് വസൗഫ യഅലമൂന, അവര് വഴിയെ അറിയും, ഇവർക്കൊക്കെ മനസ്സിലാകും. ഇപ്പൊ ഈ പറയുന്ന ആളുകളുണ്ടല്ലോ, ഇവർക്കൊക്കെ മനസ്സിലാകും, ഭാവിയിൽ അവർ അറിയും, വഴിയെ അവർക്കറിയും, അറിയാൻ കഴിയും. എപ്പോ? ഹീന യറൗനൽ അദാബ, അവർ ശിക്ഷയെ കാണുന്ന സമയത്ത്. ശിക്ഷയെ അവർ കാണുന്ന സമയത്ത് അവർക്കൊക്കെ മനസ്സിലാവും. യറൗന, യറാ യറൗന, റആ കണ്ടു, യറാ കാണുന്നു, യറൗന അവർ കാണുന്നു, അൽ അദാബ ശിക്ഷ. എന്താ അവർക്ക് മനസ്സിലാവുക? മൻ അദല്ലു സബീലാ, ആരാണ് ഏറ്റവും വഴിപിഴച്ചിട്ടുള്ളവരെന്ന്,
ആരാണ് ഏറ്റവും വഴിപിഴച്ചവര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സ്വഹാബത്തുമാണോ, അതോ ഇപ്പറയുന്ന ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് പരിഹസിച്ച് നടക്കുന്ന ഈ അറേബ്യൻ മുശ്രിക്കുകളും നിഷേധികളുമാണോ? ആരാണ് ഏറ്റവും വഴിപിഴച്ചവര് എന്ന് ശിക്ഷ കാണുമ്പോൾ അവർക്ക് ബോധ്യമായി കൊള്ളും. ശിക്ഷ കാണുമ്പോൾ എന്ന് പറയുമ്പോൾ പരലോകത്ത് എന്തായാലും അവർക്കത് ബോധ്യമാവും. നരകാണ് കണ്ണിന്റെ മുമ്പിലാണ് കാണുമ്പോൾ, ശിക്ഷ കണ്ണിന്റെ മുമ്പിലാണ് പരലോകത്ത് നിന്നാണ് കാണുമ്പോൾ. ലതറവുന്നൽ ജഹീം എന്ന് പറഞ്ഞല്ലോ, നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യുമെന്ന്. ആ കൺകാഴ്ചയാണ്, കാണുമ്പോൾ മനസ്സിലാവും നമ്മളായിരുന്നു പഴച്ചത്, മുഹമ്മദ് പരിശുദ്ധനാണ്, മുഹമ്മദ് പറഞ്ഞിരുന്നതായിരുന്നു സത്യം. അപ്പോഴാണ് അവിടെ വെച്ചിട്ട് അല്ലാ ഞങ്ങൾ ഒന്നും കൂടെ ഭൂമിയിലേക്കൊന്ന് മടക്കി തരുമോ, ഞങ്ങൾ നന്നായി വരാന്നൊക്കെ കെഞ്ചല് അവിടുന്ന് ബോധ്യാവും. അപ്പോൾ മാത്രാണോ? അപ്പോൾ മാത്രല്ല, ഹീന യറൗനൽ അദാബ്, അവർ ശിക്ഷ കൺമുമ്പിൽ കാണുമ്പോൾ എന്ന് പറയുന്ന മരണത്തിന്റെ വേളയിലും ബോധ്യാവും. ആഖിറത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബോധ്യാവും. അതിവിടെ മരണത്തിന്റെ വേളയിലാ. മരണത്തിന്റെ വേളയിൽ മരണത്തിന്റെ മലക്ക് റൂഹ് പിടിക്കാൻ വേണ്ടി വരും. ഒരു സംഘം മറ്റു മലക്കുകളെയും കൂട്ടിയിട്ട് വരുമ്പോ സത്യനിഷേധികളും പരിഹസിക്കുകയും ചെയ്തിരുന്ന ഇത്തരത്തിലുള്ള തെമ്മാടികളായ ആളുകളുടെ റൂഹ് പിടിക്കുമ്പോ പുറത്തിറങ്ങാൻ കൂട്ടാക്കണില്ലല്ലോ. മലക്കുകളുടെ ബൽ ബലായിക്കത്തു ബാസിത്തു ഐദീഹിം എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. കരങ്ങൾ നിവർത്തിപ്പിടിച്ച് അവരുടെ മുഖത്തും പുറഭാഗങ്ങളിലുമൊക്കെ ശക്തമായി ചടപട അടിക്കുമെന്നാണല്ലോ. അങ്ങനെ നരകമാണ് നിങ്ങൾക്കുള്ളത്, നരകത്തിലേക്കാണ് നിങ്ങൾക്ക് കയറാനുള്ളത് എന്നൊക്കെയുള്ള ആ രൂപത്തിലുള്ള ഏറ്റവും വേദനയേറിയ ശിക്ഷയുടെ വാർത്തകൾ കേട്ടിട്ടല്ലേ അവർ ജീവൻ പോകുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനുള്ളവർ അന്ത്യം നമുക്ക് റബ്ബ് വിധിക്കുമാറാകട്ടെ. നല്ല നല്ല സന്തോഷത്തിന്റെ വാർത്തകൾ കേട്ട് സന്തോഷകരമായ കാഴ്ചകൾ കണ്ട് ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അതേ അവസരത്തിൽ ഈ അവിശ്വാസികൾ അവര് ശിക്ഷ മരണനേരത്തും കാണുകയാണ്, ഈ പരലോകത്തും. അപ്പൊ അവർക്ക് ബോധ്യാകും. അല്ലാഹു പറയും വസൗഫ യഅലമൂന, വഴിയെ അവർ മനസ്സിലാക്കുന്നതാണ്, വഴിയെ അവരറിയും. ഹീന യറൗനൽ അദാബ, എപ്പോൾ ശിക്ഷയെ അവർ കാണുന്ന വേളയിൽ അപ്പൊ അവർക്ക് മനസ്സിലാകും എന്ത്? മൻ അദല്ലു, ആരാണ് ഏറ്റവും പഴച്ചവൻ, സബീല, മാർഗത്താൽ ഏറ്റവും പഴച്ചവൻ ആരാണ്, ഏറ്റവും വഴിപിഴച്ചവൻ ആരാണെന്ന് അപ്പോൾ അവർക്ക് ബോധ്യമാകും. പക്ഷെ അപ്പൊ ബോധ്യമായിട്ട് പിന്നെ കാര്യം ഉണ്ടാവില്ല. അതാ ഒരു പ്രശ്നം. അപ്പൊ ബോധ്യമായിട്ട് എന്താ കാര്യം? മരണത്തിന്റെ നേരത്ത് ബോധ്യമാകുന്നത് കൊണ്ടാണ് മരണത്തിന്റെ അവസരത്തിൽ നിലവിളിക്കുന്നത്, ആർത്തട്ടഹസിക്കുന്നത്. നമ്മൾ കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്താണ്? റബ്ബിർജിഊൻ, എന്നെ ഒന്ന് മടക്കിത്തരാമോ, ഒന്ന് എന്നെ മടക്കിത്തായോ, ഞാൻ നിസ്കരിച്ചോളാ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തോളാ, ധർമ്മം കൊടുത്തോളാ, നല്ലവനായി ജീവിച്ചോളാം എന്ന് പറയുന്നില്ലേ? അല്ലാഹ് എന്താ പറഞ്ഞത്? സമയം എത്തിക്കഴിഞ്ഞാൽ, സമയം അങ്ങ് എത്തിക്കഴിഞ്ഞാൽ, ഒരു നാഴിക, ഒരു സെക്കൻഡ് സമയത്തേക്ക് മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല, സമയത്ത് റൂഹ് പിടിക്കും എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശിക്ഷ കണ്ണിന്റെ മുമ്പിൽ കണ്ടിട്ടെന്നാ അപ്പൊ നമുക്ക് പരിഹാരം കാണാന്ന് ആരും വിചാരിക്കണ്ട. കാരണം ഒരു തിരിച്ചുവരവിന് ചാൻസ് ഇല്ലാത്തതാണ് മരണം. ഖബർ, മഹ്ശർ, നരകം, അവിടുന്നൊന്നും മടക്കമില്ല. ഇത് ഗൗരവത്തോടെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ട് റബ്ബിന്റെ കൽപ്പനകളെ, റബ്ബിന്റെ ആ കൃത്യമായ നിയമങ്ങളാണ് അള്ളാഹിന്റെ റസൂലിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള നിയമങ്ങളോട് ഒന്നിനോടും ഒരു പുച്ഛമോ ഒരു പരിഹാസമോ ഒരു വില കുറച്ച് കാണിക്കുന്ന വർത്തമാനമോ ഒരിക്കലും ഉണ്ടാവാതെ നമ്മുടെ ഈമാനിനെ കൃത്യമായി നമ്മൾ നിലനിർത്തുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. തുടർന്നുകൊണ്ട് അള്ളാഹു എന്താ പറയുന്നത്? 43-ാമത്തെ ആയത്ത്, അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹ് അഫഅൻത തകൂനു അലൈഹി വകീലാ. അറഅയ്ത, നീ കണ്ടുവോ? അറഅയ്ത ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുള്ള പ്രയോഗമാണ്. അറഅയ്ത, നീ കണ്ടുവോ? ആരെ? മനിത്തഖദ, ആക്കിയവനെ. ഇത്തഖദ, സ്വീകരിച്ചു, ആക്കി. നമ്മൾ കഴിഞ്ഞ ആയത്തിലും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഈ യത്തഖിദൂനക എന്ന് പറഞ്ഞപ്പോ ഇത്തഖദ, മനിത്തഖദ, ആക്കിയവനെ നീ കണ്ടുവോ? ഇലാഹു, തന്റെ ഇലാഹ്, തന്റെ ഇലാഹിനെ അവൻ ആരാണ് ആക്കിയത്? ഹവാഹു, തന്റെ ഇച്ഛയെ, തന്നിഷ്ടത്തെ ഇലാഹാക്കി. അവന്റെ ഇലാഹ് ആരാണ്? അവന്റെ ഇച്ഛയാണ്. അങ്ങനെ
തൻ്റെ ഇച്ഛയെ, തൻ്റെ തന്നിഷ്ടത്തെ തൻ്റെ ഇലാഹാക്കി ആരാധ്യ വസ്തുവാക്കി വെച്ചിട്ടുള്ളവനെ നീ കണ്ടുവോ? ഇത്തഹദ സ്വീകരിച്ചു, ഇലാഹ്. ഹവ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആഗ്രഹം, തന്നിഷ്ടം, തോന്നിവാസം, ആഗ്രഹങ്ങൾ, ഇതൊക്കെയാണ് ഹവ. അഫ അൻത തകൂനു അലൈഹി വകീല. അഫ അൻത, അപ്പോൾ നീയാണോ, തകൂനു അലൈഹി, നീ അവരുടെ മേലാകുമോ, വകീല, ഉത്തരവാദപ്പെട്ടവനാകുമോ, നീ അവരുടെ ഭരമേൽക്കുന്നവനാകുമോ? എന്താണ് പറയുന്നത്? നമുക്ക് പറയാം, വിശദീകരിക്കാം. അറേബ്യൻ ജനത അവരുടെ തോന്നിവാസം, അവരുടെ തന്നിഷ്ടമായിരുന്നു അവരുടെ ദീന്. അവരുടെ മതം എന്ന് പറയുന്നത് എന്താണ്? അവർക്കെന്താണോ ആഗ്രഹം തോന്നുന്നത് അതാണ് അവരുടെ ദീന്. അതുകൊണ്ട് ഇവിടെ അവരുടെ ദേഹേച്ഛ, അവരുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ചായിരുന്നു അവരുടെ ദൈവങ്ങളെ അവര് രൂപം കൊടുത്തിരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, അറേബ്യൻ മുശ്രിക്കുകൾക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. അവർ ഒരു കല്ലിനെ കുറച്ചു കാലം ഇങ്ങനെ ആരാധിക്കും. ഒരു കൊത്തിയൊക്കെ ഉണ്ടാക്കിയ ഒരു കല്ലിനെ അവർ പൂജിക്കും, അതിനെ ആരാധിക്കും. അതിനേക്കാൾ കാണാൻ ഭംഗിയുള്ള വേറൊരു കല്ല് കണ്ടാൽ ഇതിനെയാണ് മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ചു കാലം അതിനെ ആരാധിക്കുക. പിന്നെ യാത്രക്കിടയിലോ വേറെ എവിടെയെങ്കിലും വെച്ച് അതിനേക്കാൾ ഭംഗിയുള്ള വേറൊരു കല്ല് കണ്ടാൽ അതിനെ ആരാധിക്കും. അപ്പൊ അവരുടെ ആരാധ്യ വസ്തു എന്ന് പറയുന്നത്, അതിന് രൂപം കൊടുക്കുന്നത് എന്താണ്? അള്ളാഹ് കൽപ്പിച്ചതോ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതോ ഒന്നുമല്ലല്ലോ, ഒരു തെളിവുമില്ല. അവരുടെ തോന്നിയാസം, അവർക്ക് എന്താണോ തോന്നുന്നത് അതാണ് അവരുടെ ഇലാഹ്. കല്ലുകൊണ്ടും മരം കൊണ്ടൊക്കെ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുക. ചിലപ്പോൾ നായന്റെ കോലായും, ചിലപ്പോൾ ആനയുടെ രൂപവും. ഇങ്ങനെ എന്താണോ തോന്നുന്നത്, ആ ഉണ്ടാക്കുന്നവന്റെ മനസ്സിൽ തോന്നുന്ന ഇഷ്ടം എന്താണോ അതിനനുസരിച്ചാണ് ദൈവങ്ങൾക്ക് രൂപം കൊടുക്കുന്നത്. ഇങ്ങനെ തന്നിഷ്ടത്തിനനുസരിച്ച്, ദേഹേച്ഛകൾക്കനുസരിച്ചുകൊണ്ട് ദൈവങ്ങൾ ഉണ്ടാക്കുക. ഇങ്ങനത്തെ ആളുകൾ, അവർക്കതാണ് അവരുടെ ദൈവം. കുറച്ചു കാലം അത് പറ്റിയില്ലാന്ന് തോന്നി അത് ഒഴിവാക്കിയിട്ട് പിന്നെ അവർക്ക് എന്താണോ ഇഷ്ടം തോന്നുന്നത്, ഏതിനോടാണോ ഇഷ്ടം തോന്നുന്നത് അതിൻ്റെ പിന്നാലെ അടക്കും കുറേ കാലം. അങ്ങനെ അവയെ പൂജിച്ച് ആരാധിച്ച് അവരുടെ മുമ്പിൽ നൈവേദ്യങ്ങൾ സമർപ്പിച്ച്, നേർച്ച കൊടുത്ത്, വഴിപാടുകൾ കൊടുത്ത്, കാണിക്കകൾ അർപ്പിച്ച്, അവക്ക് ചുറ്റും നൃത്തം ചെയ്ത്, അവക്ക് മേൽ അടുത്ത് വെച്ച് ബലിയർപ്പണം നടത്തി, ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ആരാധനാ രീതികളും സമ്പ്രദായങ്ങളും ഒക്കെ അവർ ചെയ്തിരുന്നു. എല്ലാത്തിനും പ്രമാണമൊന്നുമില്ല, അവർക്ക് തെളിവൊന്നുമില്ല. എന്താ അവരുടെ പ്രമാണം ചോദിച്ചാൽ ഹവ, തന്നിഷ്ടം, ദേഹേച്ഛ. ഇതിനാണ് ഹവ എന്ന് പറയുക. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് എതിർത്ത കാര്യമാണ്. നമ്മൾ തന്നിഷ്ടമനുസരിച്ച് ഒരിക്കലും പ്രവർത്തിക്കരുത് എന്നാണ് ഇസ്ലാം പറയുന്നത്. തന്നിഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല. കാരണം തന്നിഷ്ടങ്ങളിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തോന്നുന്നതൊക്കെ പ്രവർത്തിച്ച നേരെ നരകത്തേക്കാണ് പോകും. നേരെ മറിച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പലതും പല രൂപത്തിലുള്ള ആഗ്രഹങ്ങളാണ് മനസ്സിൽ തോന്നുക. അതിനെയൊക്കെയാണ് തടഞ്ഞു നിർത്തിയിട്ട് അള്ളാഹു പഠിപ്പിച്ച നിയമങ്ങളിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ ഇങ്ങോട്ട് മാറ്റുകയാണ് യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടത്. അവനാണ് സ്വർഗം കിട്ടുക. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്ത്? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. കേട്ടോ? ആര് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ പേടിക്കുന്നുവോ, സഹോദരങ്ങളെ, നമുക്കുണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും പരമപ്രധാനമായൊരു ഐഡന്റിറ്റിയാണത്. മൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിന്റെ സാന്നിധ്യത്തെ എപ്പോഴും പേടിക്കുക. റബ്ബിന്റെ സാന്നിധ്യമുണ്ട്. റബ്ബ് ഉറങ്ങാതെ മയങ്ങാതെ സദാ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ളവർ മുഴുവനും ഉറങ്ങുന്നുണ്ട്, മയങ്ങുന്നുണ്ട്, അശ്രദ്ധരാവുന്നുണ്ട്, ക്ഷീണിതരായി തളരുന്നുണ്ട്. പക്ഷേ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ നിയന്താവും എൻ്റെ സംരക്ഷകനും എൻ്റെ സ്രഷ്ടാവുമായ ഏകനായ അല്ലാഹു ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, അവന് മയക്കമോ ഉറക്കമോ ഇല്ല, അവന് ക്ഷീണമോ തളർച്ചയോ ഇല്ല. നിരന്തരം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അല്ലാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനായിട്ടുണ്ട്, സദാ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ് അള്ളാഹുവിൻ്റെ ശ്രദ്ധയിൽ നിന്ന് പോകൂല.
റബ്ബ് നമ്മുടെ ഒരമലും കാണാതെ പോകൂല, എല്ലാം സദാ നിരീക്ഷിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചിന്തയുണ്ടായ സഹോദരങ്ങളെ, അതാണ് അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, തന്റെ റബ്ബിന്റെ സാന്നിധ്യത്തെ ആര് ഭയപ്പെടുന്നുവോ, അങ്ങനെ ഭയപ്പെടുമ്പോ വനഹൻ നഫ്സ, അവൻ തന്റെ മനസ്സിനെ അവൻ തടഞ്ഞു നിർത്തുന്നു, അനിൽ ഹവാ, ആ മനസ്സിൽ തോന്നുന്ന വിചാരങ്ങൾക്കൊക്കെ അടിമപ്പെടാതെ. റഹ്മാനായ റബ്ബെന്നെ കാണുന്നുണ്ടല്ലോ, അവൻ എന്നെ കേൾക്കുന്നുവല്ലോ, അവൻ എന്നെ സദാ നിരീക്ഷിക്കുന്നുണ്ടല്ലോ, അവന്റെ ശിക്ഷ എനിക്ക് താങ്ങാനാവില്ലല്ലോ എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ട് തന്റെ മനസ്സിൽ തോന്നുന്ന ചീത്തയായ വിചാരവികാരങ്ങളെയൊക്കെ ആര് കടിഞ്ഞാനിട്ട് കൺട്രോൾ ചെയ്യുന്നുവോ, ഫൈനൽ ജന്നത ഹിയൽ മഅ്വാ, തീർച്ചയായും അവൻക്ക് ചെന്ന് കിട്ടാനുള്ളത്, ചെന്ന് ചേരാനുള്ളത് സ്വർഗമാകുന്നു. അതിന് കുറച്ച് പ്രയാസാണ് സഹോദരങ്ങളെ. അപ്പൊ ദേഹേച്ഛയെ എങ്ങനെ പിൻപറ്റരുത്? മുശ്രിക്കുകൾ എന്തായിരുന്നു? മുശ്രിക്കുകൾ ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ളതിനെയൊക്കെ അവര് വിളിച്ചു പ്രാർത്ഥിച്ചു, പലതിനും പല പേരിട്ടു. സൂറത്തുൻ നജ്മിൽ അല്ലാഹു പറയുന്നില്ലേ, അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത الثالثة الأخرى അലകുമു الذكر وله الأنثى എന്നിങ്ങനെ പറയുന്നിടത്ത് ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ ഇൻ യത്തബിഊന ഇല്ലല്ലന്ന വമാ തഹവൽ അൻഫുസ്. കേട്ടോ, എന്താ അവർക്ക് ലാത്ത, ഉസ്സ, മനാത്ത എന്നൊക്കെ പേരിട്ട് അള്ളാഹ് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള ന്യായം എന്താന്നാ അള്ളാഹ് പറയണത്? കുറെ ആൾക്കാർക്ക് അവർ കുറെ പേരിട്ടു, ഓരോ പേരിട്ടിട്ട് അവരിങ്ങനെ ഇതിന്നാളാണ്, ഇതിന്നാളാണ്, ഇത് ഇന്ന കാര്യത്തിന് വിളിച്ചു പ്രാർത്ഥിക്കേണ്ട ദൈവമാണ്, ഇത് ഇന്ന രോഗം സുഖപ്പെടുത്തുന്ന ദൈവമാണ്, ഇങ്ങനെ ഓരോന്നിനും ഓരോ പേരിട്ട് അവർ പൂജിക്കുന്നു, ആരാധിക്കുന്നു. അതിനെന്താ പ്രമാണം? എന്താ ന്യായം? അള്ളാഹ് ഒരു പ്രമാണം ഇറക്കിയിട്ടില്ല. അള്ളാഹ് പറയുന്നു മാൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹ് യാതൊരു പ്രമാണവും ഇറക്കിയിട്ടില്ല. പിന്നെയോ ഈ യത്തബിഊന ഇല്ലല്ലന്ന, ഊഹത്തെ അല്ലാതെ അവർ പിൻപറ്റുന്നില്ല. അടുത്ത വാചകം ശ്രദ്ധിക്കുക, വമാ തഹവൽ അൻഫുസ്, അവരുടെ ദേഹേച്ഛകളെയും, അവരുടെ മനസ്സിൽ എന്താണോ തോന്നിയത് അതെന്നെ അവർ പിൻപറ്റുന്നത്. അവർക്ക് തോന്നി, ഇപ്പൊ അവർക്ക് അങ്ങനെ തോന്നുന്നു, അപ്പൊ അത് ചെയ്യും. കുറച്ച് കഴിഞ്ഞിട്ട് വേറൊന്ന് തോന്നണോ, അത് ചെയ്യും. ഇങ്ങനെ അവരുടേതായ ദേഹേച്ഛയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് അവരങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെ ദേഹേച്ഛ അവരോട് കൽപ്പിക്കുന്നതിനനുസരിച്ച് അവർ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യും. അപ്പൊ ദേഹേച്ഛയെ ഇലാഹാക്കുക എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ദേഹേച്ഛയെ ഇലാഹാക്കുക ഒരു കല്ലിനെ ഇലാഹാക്കുന്നത് പോലെയാണോ ദേഹേച്ഛയെ ഇലാഹാക്കുക? അങ്ങനെ ഒരു കാണാൻ കഴിയുന്ന ഒരു വസ്തുവാണ് ഈ ദേഹേച്ഛ എന്ന് പറയുന്നത്. തൊടാനോ കാണാനോ പറ്റുമോ? ഇല്ല. നമ്മുടെ ആഗ്രഹങ്ങളെ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഉപമയാണ്. അത് എന്താണ്? പിന്നെ അവന്റെ എല്ലാം, അവൻ എന്തിനേയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവന്റെ ഇഷ്ടത്തെയാണ്. അപ്പൊ മനുഷ്യൻ അവന്റെ തന്നിഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പിന്നെ അള്ളാഹ്ക്ക് നിരക്കാത്തത് ചെയ്താൽ അവൻ മുശ്രിക്കാവോ? അങ്ങനെ മുശ്രിക്കാവോ? ഇല്ല, മുശ്രിക്കാവൂല. മുശ്രിക്കാകുക എപ്പോഴാണ്? ശിർക്ക് ചെയ്യുമ്പോ മുശ്രിക്കാവും. ഒരാൾ ഒരാളുടെ മനസ്സിൽ ഇപ്പൊ തന്നിഷ്ടം എന്താണ്? ഇപ്പൊ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന്, ആ ആഗ്രഹത്തിനനുസരിച്ച് അവൻ അള്ളാഹു അല്ലാത്തവരെ കുറേയാണ് വിളിച്ചു പ്രാർത്ഥിച്ചു. അപ്പൊ അവൻ എന്തായി? മുശ്രിക്കായി. കുറച്ച് കഴിഞ്ഞപ്പോ അവന് തോന്നുകയാണ് കള്ളുടിക്കണം. അവൻ കള്ളുടിച്ചു. കള്ളുടിക്കൽ അനുവദനീയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടൊന്നുമല്ല. കള്ളുടിക്കലൊക്കെ തെറ്റന്നെ, കള്ളുടിച്ചു. അതുകൊണ്ട് അവൻ മുശ്രിക്കാവില്ല, അവൻ തെമ്മാടിയാവും. എന്താണോ ചെയ്യുന്നത്, അവന്റെ ദേഹേച്ഛക്ക് വഴിപ്പെട്ടുകൊണ്ട് എന്താണോ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് ഒരാള് ദേഹേച്ഛയെ വഴിപ്പെട്ടപ്പോ കാഫിറായോ മുശ്രിക്കായോ തെമ്മാടിയായോ എന്നൊക്കെ തീരുമാനിക്കുക. ദേഹേച്ഛക്ക് വഴിപ്പെട്ടുകൊണ്ട് ഒരാള് കുഫറാണ് ചെയ്തതെങ്കിൽ അവൻ കാഫിറാകും, ശിർക്കാണ് ചെയ്തതെങ്കിൽ മുശ്രിക്കാകും, മറ്റ് തെമ്മാടിത്തങ്ങളാണ് പ്രവർത്തിച്ചതെങ്കിൽ അവൻ ഫാസിഖാവും, ദുർവൃത്തനാകും, തെമ്മാടിയാകും. അതല്ലാതെ ദേഹേച്ഛക്കടിമപ്പെട്ടുകൊണ്ട് എന്ത് തെറ്റ് ചെയ്താലും അവൻ കാഫിർ മുശ്രിക്കുമായി എന്ന് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് പഴച്ചു പോയിട്ടുണ്ട്. പല ആളുകളും പഴച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അത് പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തോട് യോജിക്കുന്നില്ല. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ദീനാറിന്റെ അടിമ, ദിർഹമിന്റെ അടിമ നശിച്ചു പോയിരിക്കുന്നു എന്നൊക്കെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. തഈസ അബ്ദുദ്ദീനാരി വദ്ദിർഹം.
ദീനാറിന്റെ പൊൻപണത്തിന്റെ അടിമ നശിച്ചു പോയിരിക്കുന്നു, വെള്ളിപ്പണത്തിന്റെ വെള്ളിയുടെ അടിമ നശിച്ചിരിക്കുന്നു, ആഡംബരങ്ങളുടെ അടിമ നശിച്ചിരിക്കുന്നു എന്നൊക്കെ ഖുർആൻ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താ അവിടെയൊക്കെ ഉദ്ദേശം? പൊന്നിനെ പൂജിക്കുന്നു, ആരാധിക്കുന്നു, പൊന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നാണോ? അല്ല. അവന്റെ ജീവിതത്തിൽ നോക്കിയാൽ അവനൊരു പൊന്നിനെ പടച്ചോനായി കാണുന്ന മാതിരിയാണ്. കാരണം അതിനു വേണ്ടിയാണ് മരിക്കുകയാണ് അവൻ. അങ്ങനെ ഈ ദുന്യാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും പിന്നെ പണവും ആഡംബരവും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവൻ ചത്തു പണിയെടുക്കുകയാണ്, അള്ളാഹിനെയൊക്കെ മറക്കുകയാണ്. അപ്പൊ അള്ളാഹിന്റെ കൽപ്പനകൾ മാനിച്ച് ജീവിക്കേണ്ട സ്ഥാനത്ത് വാസ്തവത്തിൽ അവന്റെ ഈ ആഗ്രഹങ്ങളെ അവിടെ കുടിയിരുത്തിയപ്പോ അവൻ അള്ളാഹിനെ പോലെ കാണുന്നത് പോലെയായി എന്നുള്ളൊരു ഉപമാരൂപത്തിലാണ് ആ അടിമ എന്ന് പറയുന്നത്. ദിർഹമിന്റെ അടിമ, ദീനാറിന്റെ അടിമ എന്നൊക്കെ പറയാൻ കാരണം ഇത് മനുഷ്യരിലൊക്കെ സംഭവിക്കുന്നതാണ്. മനുഷ്യർ അവരുടെ ആഗ്രഹങ്ങളാണ് നിറവേറാൻ വേണ്ടിയിട്ട് അള്ളാഹിനെയാണ് മറക്കുകയാണ്. അങ്ങനെ ദേഹേച്ഛക്ക് അടിമപ്പെട്ട് വഴിപ്പെട്ടുകൊണ്ട് ആളുകൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അത് ഇസ്ലാം വളരെ ഗൗരവമായിട്ട് കാണുന്നു. അതുകൊണ്ട് ദേഹേച്ഛയെ അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കരുത്. ദേഹേച്ഛ അനുസരിച്ചുകൊണ്ടല്ല ജീവിക്കേണ്ടത്, തന്നിഷ്ടമനുസരിച്ചല്ല ജീവിക്കേണ്ടത്. നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, നമ്മുടെ തന്നിഷ്ടങ്ങൾക്കല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോ ഇവിടെ ഖുർആൻ പറയുന്നത് എന്താ? നബിയെ, നിങ്ങൾ കണ്ടില്ലേ, തന്റെ ഇലാഹിനെ അവൻ നിശ്ചയിക്കുന്നത്, തന്റെ ദേഹേച്ഛയെ തന്റെ ഇലാഹാക്കിയവനെ കണ്ടില്ലേ? അവരവരുടെ വഴിക്ക് അങ്ങനെ നീങ്ങാണ്. അത്തരത്തിൽ ശിർക്കൻ പ്രവർത്തനങ്ങൾക്കൊക്കെ അവർക്കുള്ള തെളിവെന്താണ്? അവരുടെ ഓരോ തോന്നലിനനുസരിച്ച് അവർ ഓരോ ദൈവങ്ങളുണ്ടാക്കും, ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യും, അങ്ങനെ ശിർക്ക് ചെയ്യും, കുഫർ ചെയ്യും. ഈ രൂപത്തിൽ അഫഅൻത തകൂനു അലൈഹി വക്കീല എന്നിരിക്കെ അള്ളാഹിന്റെ റസൂലിനോട് പറയാണ്, അഫഅൻത എന്നിരിക്കെ തകൂനു അലൈഹി വക്കീല, നീ അവരുടെ മേൽ ഉത്തരവാദപ്പെട്ടവനാകുമോ? ഇല്ലാന്ന്. നിങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല നബിയെ. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, കാര്യം വളരെ കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അല്ലാതെ അവരുടേതായ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ട, അല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള ഏതെങ്കിലും നിലക്ക് താങ്കൾ കുറ്റക്കാരനാകുന്നൊരവസ്ഥ വരുന്നില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ രൂപത്തിലുള്ള വചനങ്ങളൊക്കെ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നത് എന്താ? അവർ പിഴച്ചു പോകാൻ കാരണമായത് അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റി എന്നുള്ളതാണ്. ആ ദേഹേച്ഛയെ പിൻപറ്റി അതിൻ്റെതായ പിന്നാലെ നടന്ന് അവരുടെ തോന്നിവാസങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഈ രൂപത്തിൽ നിഷേധത്തിലേക്ക്, അതുപോലെ തന്നെ അധർമ്മങ്ങളിലേക്ക്, ശിർക്കിലേക്ക്, ബഹുദൈവാരാധനയിലേക്കൊക്കെ അവരെ കൊണ്ടുചെന്നെത്തിച്ചത്. ഇതാണ് അവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നാമും പാഠം ഉൾക്കൊള്ളുക. ഖുർആൻ തുടർന്നുകൊണ്ട് പറയുന്ന ആ ഒരായത്തും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താണ് ഇവിടെ അല്ലാഹു പറയുന്നത്? അം തഹ്സബു അന്ന അക്സറഹും യസ്മഊന ഔ യഖിലൂൻ ഇൻഹും ഇല്ലാ കൽഅൻആമി ബൽ ഹും അദല്ലു സബീലാ. അം തഹ്സബു, അതല്ല നീ വിചാരിക്കുന്നുവോ, അം തഹ്സബു നീ വിചാരിക്കുന്നുവോ, അന്ന അക്സറഹും തീർച്ചയായും അവരിലെ ഭൂരിപക്ഷം ആളുകളും, യസ്മഊന അവർ കേൾക്കുന്നുവെന്ന്, അവർ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുവെന്നാണോ നീ വിചാരിക്കുന്നത്? ഔ യഖിലൂന, അല്ലെങ്കിൽ അവർ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് നീ വിചാരിക്കുന്നുവോ? അവരെക്കുറിച്ച് അവരൊക്കെ കേൾക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് എന്നാണോ നീ അവരെക്കുറിച്ച് വിചാരിക്കുന്നുണ്ടോ? എന്നാ നബിയെ, അവരെക്കുറിച്ച് അങ്ങനെയൊന്നും വിചാരിക്കേണ്ടതില്ല. അവർക്ക് അങ്ങനെ ഒരു സത്യത്തിന്റെ ചിന്തയും അവരുടെ മനസ്സിലൊന്നും വരുന്നില്ല. പിന്നെ എന്താണ് അവരെക്കുറിച്ച് പറയാൻ നല്ലത്? ഇൻഹും അവർ അല്ല, ഇൻഹും അവരല്ല. ആരെപ്പോലെയല്ലാതെ? ഇല്ലാ കൽഅൻആമി, നാൽക്കാലികളെ പോലെയല്ലാതെ അല്ല. പറഞ്ഞാൽ അവരെ സ്ഥിതി ആടുമാടൊട്ടകങ്ങളെ പോലെയാണ്. അൻആമ് എന്ന് പറഞ്ഞാൽ കാലികള്. കാലികളെയും പറഞ്ഞൂടാ. ബൽ അത്രയുമല്ല, ഹും അവർ അദല്ലു സബീല, കൂടുതൽ വഴിവഴച്ചവരാണ്, കാലികളെക്കാൾ വഴിവഴച്ചവരാണ് അവര്. എന്താ കാരണം? ഈ കാലികൾക്ക് അല്ലാഹു തആല വിശേഷ ബുദ്ധിയൊന്നും കൊടുത്തിട്ടില്ല. ഹക്കും ബാത്തിലും തീരുമാനിക്കാനുള്ള നിയമങ്ങളോ നയങ്ങളോ ഒന്നും അവരോട് പഠിപ്പിച്ചിട്ടില്ല.
ഇന്നതൊക്കെ സത്യം, ഇന്നതൊക്കെ അസത്യങ്ങൾ ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ പ്രവാചകന്മാർ അവരിലേക്കൊക്കെ അയച്ചു കൊടുത്ത് ആ രൂപത്തിലൊന്നുമില്ല. അവറ്റൊക്കെ അവരുടേതായ ജന്തുക്കൾക്ക് അവരുടേതായ ഒരു പ്രകൃതി ഉണ്ട്. ആ പ്രകൃതിയിലൂടെ അവയെ അങ്ങനെ മുന്നോട്ട് പോകും. അത് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തൊരു പ്രകൃതിയാണ്. അതേ അവസരത്തിൽ മനുഷ്യൻ അങ്ങനെയുള്ള, മനുഷ്യന് വിശേഷ ബുദ്ധി എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങൾ ചിന്തിക്കാന്, കാണാന്, കേൾക്കാന് നല്ല പ്രാഗൽഭ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് നല്ല വഴിയിലേ പോകാവൂ, ചീത്ത വഴിയിലൂടെ പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിനെയൊക്കെ വകവെക്കാതെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? തെമ്മാടികളാകുന്നത്, ദുർവൃത്തന്മാരാകുന്നത്. അപ്പൊ പിന്നെ അതിനൊന്നും കഴിവ് നൽകപ്പെടാത്ത കാലികളെ പോലെ എങ്ങനെയാ പറയാ? അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത് അവര് കാലികളെ പോലെയാണ്. അല്ല ബൽഹും അദല്ലു സബീല, അതിനേക്കാൾ പഴച്ചവരാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ചിന്തയില്ലാത്ത, കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യാത്ത ആളുകളൊക്കെ കാലികളെ പോലെയാണ്, അതിനേക്കാൾ അധപ്പതിച്ചവരാണ് എന്നാണല്ലോ ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവർ ചിന്തിക്കൂല, അവരൊന്നും കേൾക്കാനോ ചിന്തിക്കാനോ തയ്യാറാവൂല. അഥവാ കേട്ടാൽ തന്നെ ഒരു ചെവിയിലൂടെ മറുചെവിയിലൂടെയാണ് തള്ളിക്കളയും, ചിന്തിക്കൂല. ഈ ചിന്തിക്കാത്തതിന്റെ ബേജാറും വേദനയും വെപ്രാളും ഒക്കെ നരകത്തെന്നാ പറയാ. നരകത്തെന്ന് പറയും. നരകാഗ്നിയിൽ ഈ രൂപത്തിലുള്ള തെമ്മാടികൾ വന്ന് വീഴുമ്പോ അവര് പറയും, ലൗ കുന്നാ നസ്മഉ ഔ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ നരകത്തിയിൽ വന്ന് വീഴില്ലായിരുന്നല്ലോ എന്ന് അന്ന് കരയും. പക്ഷെ അന്ന് കരഞ്ഞിട്ടെന്താ? അവിടെ മരിക്കുന്നതിന്റെ മുമ്പ് കാര്യങ്ങളൊക്കെ കൃത്യമായി കേൾക്കണം, കേട്ടതൊക്കെ കൃത്യമായി ചിന്തിച്ച് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിച്ച് റഹ്മാനായ റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ കാലികളെക്കാൾ അധപ്പതിച്ചവരായിരിക്കും, മരണാനന്തരം ശാശ്വത നരകത്തിലുമായിരിക്കും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ വളരെ കൃത്യമായി നാം ഉൾക്കൊള്ളുക, പഠിക്കുക, മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും ഈ വിശുദ്ധ ഖുർആനിലൂടെ വെളിച്ചം നൽകപ്പെടുന്ന ഹൃദയങ്ങൾ ലഭിക്കപ്പെട്ടവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പ്രയാസങ്ങളിൽ നിന്നെല്ലാം റബ്ബ് നമ്മയും നമ്മുടെ കുടുംബാദികളെയും എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.